വിസയുടെ കാലാവധി കഴിഞ്ഞ് യുഎഇയിൽ താമസിക്കേണ്ടി വന്നാൽ പിഴയടയ്ക്കേണ്ടി വരുമെന്നറിയാലോ. റെസിഡൻസ് വിസയ്ക്ക് പിഴ കൂടുകയും വിസിറ്റ് വിസയ്ക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കാര്യങ്ങളാണ് വിശദമായിട്ട് ഇന്ന് പറയുന്നത്. ഇത് അറിയേണ്ടവരിലേക്കും അറിയാത്തവരിലേക്കും ഒന്നെത്തിച്ചു കൊടുക്കണേ. യുഎഇയിൽ റെസിഡൻസ് വിസയോ വിസിറ്റ് വിസയോ പുതുക്കുന്നതിന് മുൻപ് കാലാവധി കഴിഞ്ഞാൽ അതിനുശേഷം താമസിക്കുന്നവർക്ക് ചുമത്തുന്ന പിഴയിൽ മാറ്റങ്ങൾ ഇല്ല എന്നാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ് ആൻഡ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യുഎഇയിലെ താമസ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ പിഴയോ നിയമപരമായ മറ്റ് നടപടികളോ ഒഴിവാക്കുന്നതിന് വിസ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ അവ പുതുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ICP സ്പോൺസർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ വെബ്സൈറ്റ് പ്രകാരം യുഎഇയിലെ താമസ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ അത് പുതുക്കുന്നതിന് 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അനുവദിക്കും. ഈ സമയത്തിനുള്ളിൽ പിഴയില്ലാതെ റെസിഡൻസ് വിസ പുതുക്കാം. ഈയിടെ പുതുക്കിയ വിസ നിയമം അനുസരിച്ച് റെസിഡൻസ് വിസ കാലാവധിയും ഗ്രേസ് പീരീഡും കഴിഞ്ഞ് രാജ്യത്ത് തങ്ങിയാൽ ഓരോ ദിവസത്തിനും 50 ദിർഹം പിഴ ഈടാക്കും. ഇത് നേരത്തെ 25 ദിർഹമായിരുന്നു. വിസ പുതുക്കാനായി നൽകിയ അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമല്ലാത്തത് കാരണം അവ തിരിച്ചയക്കപ്പെടുകയും അതേ ദിവസം തന്നെ പിഴവുകൾ തീർത്ത് അപേക്ഷ വീണ്ടും സമർപ്പിക്കുകയും ചെയ്യാത്ത പക്ഷം അപേക്ഷ തിരികെ അയച്ച തീയതി മുതലുള്ള ദിവസങ്ങളിൽ ഓവർസ്റ്റേക്കുള്ള പിഴ ഈടാക്കും. അപേക്ഷയിലെ പോരായ്മകൾ മൂലമോ ആവശ്യമായ രേഖകൾ നൽകാതിരുന്നതിനാലോ തിരിച്ചയക്കപ്പെട്ട അപേക്ഷ 30 ദിവസത്തിനകം പിഴവുകൾ തീർത്ത് വീണ്ടും സമർപ്പിച്ചില്ലെങ്കിൽ അത് ഇലക്ട്രോണിക്കായിട്ട് റദ്ദാക്കപ്പെടും. ഇതേ കാരണങ്ങളാൽ 3 തവണ മടക്കപ്പെടുന്ന അപേക്ഷയും റദ്ദാക്കപ്പെടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്ന ഓരോ ദിവസത്തിനും പിഴ 100 ദിർഹത്തിൽ നിന്ന് 50 ദിർഹമായി കുറച്ചിട്ടുണ്ട്. ലംഘനത്തിന്റെ കാലയളവ് 30 ദിവസത്തിൽ കുറവാണെങ്കിൽ പിഴ ദുബായ് വിമാനത്താവളത്തിലോ അഡ്മിനിസ്ട്രേഷന്റെ ഓഫീസിലോ അടയ്ക്കാം. എന്നാൽ കാലാവധി 30 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ പിഴ GDRFA ആസ്ഥാനത്ത് തന്നെ അടയ്ക്കേണ്ടി വരും. റെസിഡൻസ് വിസ കാലഹരണപ്പെട്ടതിന് ശേഷം 30 ദിവസത്തെ ഗ്രേസ് പീരീഡും അവസാനിച്ചാൽ അതിനുശേഷം രാജ്യത്ത് തുടരുന്നതിനുള്ള ഓരോ ദിവസവും പിഴ നൽകേണ്ടി വരും. ആദ്യ 6 മാസങ്ങളിൽ, അതായത് 180 ദിവസം പ്രതിദിനം 25 ദിർഹം, തുടർന്നുള്ള 6 മാസത്തേക്ക് പ്രതിദിനം 50 ദിർഹം, 1 വർഷമോ അതിൽ കൂടുതലോ കഴിഞ്ഞാൽ പ്രതിദിനം 100 ദിർഹം എന്നിങ്ങനെയാണ് പിഴ ഈടാക്കുക. റെസിഡൻസ് വിസ കാലഹരണപ്പെടുമ്പോൾ എമിറേറ്റ്സ് ID കാർഡും കാലഹരണപ്പെടും. റെസിഡൻസി പുതുക്കാൻ അപേക്ഷിക്കുന്നതിന് എമിറേറ്റ്സ് ID പുതുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന വ്യവസ്ഥയുമുണ്ട്. വിസിറ്റ് വിസ കാലഹരണപ്പെട്ടാൽ ഗ്രേസ് പീരീഡ് അനുവദിക്കുകയില്ല. നേരത്തെ 10 ദിവസത്തെ ഗ്രേസ് പീരീഡ് കാലാവധി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് പിൻവലിക്കപ്പെടുകയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വ്യാജ വാർത്തകൾ ശ്രദ്ധിക്കരുതെന്നും ഒഫീഷ്യൽ സൈറ്റുകളിൽ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.